തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ. തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ. നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ. മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ. നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശന്നു. അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്ന സമയത്ത് അവൻ അത്തിവൃക്ഷത്തെ ശപിച്ചു. അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടു. ബഥാനിയ മർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനം, ഈശോ പലതവണ ഭക്ഷണം കഴിച്ച ഇടം. അവിടെ നിന്ന് വരുമ്പോൾ അവന് വിശന്നെങ്കിൽ അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു, അവൻ അറിയാമായിരുന്നു. എന്നിട്ടും അവൻ അത്തിമരത്തെ ശപിച്ചു. അവൻ്റെ ശിഷ്യന്മാർ അത് കേട്ടു. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. വചനം ഇങ്ങനെ പറയും, നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. പല കാര്യങ്ങളും ആഴമുള്ള പലതും പഠിപ്പിക്കാനായിട്ട് നമ്മൾക്ക് നിഗൂഢമായ പലതും ദൈവം സംഭവിക്കാൻ ഇട നൽകും. അടുത്ത ദിവസം തിരികെ വരുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ക്രിസ്തു ശിഷ്യന്മാരോട് പറയും, ആഴത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മലയെ ഇവിടെ നിന്ന് മാറ്റി കടലിൽ കൊണ്ട് പതിപ്പിക്കാൻ നിനക്കാവും. ഒരു മനുഷ്യനിൽ ഇത്ര വലിയ സാധ്യതകൾ, ദൈവത്തോടൊപ്പമായി തീരാൻ മാത്രമുള്ള സാധ്യതകളുണ്ടെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നത് കരിഞ്ഞുണങ്ങിയ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ എന്നേക്കുമായി കരിഞ്ഞുണങ്ങി നിൽക്കുന്ന പ്രതിസന്ധികളെന്ന് കരുതി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളവയ്ക്ക് മുമ്പിൽ നിന്ന് ക്രിസ്തു നമ്മളോട് പറയും, നിന്നെക്കൊണ്ട് ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്ന്. ആഴമായ വിശ്വാസം ദൈവം പഠിപ്പിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്കൊരിക്കലും മനസ്സിലാകാത്ത സംഭവങ്ങളിലൂടെയാണ്. ദൈവത്തിൻ്റെ നിഗൂഢത മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.